ഹരേ കൃഷ്ണ, നമസ്കാരം. ഇന്നൊരു ഞായറാഴ്ചയാണ് കേട്ടോ. യാതൊരു തിരക്കുമില്ല. ഇന്ന് പാട്ട് ക്ലാസ് ഇല്ല മോന്. അപ്പോൾ അതുകൊണ്ട് തന്നെ യാതൊരു തിരക്കും ഇല്ല കേട്ടോ. അങ്ങനെ കുറച്ച് വൈകിട്ടൊരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എഴുന്നേറ്റ് വന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ വെള്ളം ചൂടാക്കാൻ വെച്ചു. അങ്ങനെയാണല്ലോ തുടക്കം. അപ്പോൾ രാവിലെ ഇന്ന് കുളിക്കുന്നൊന്നുമില്ല എന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഒഴിവില്ലാ ദിവസങ്ങളും ജിമ്മിന് പോകാത്ത ദിവസം ഞാൻ രാവിലെ കുളിച്ചിട്ടാണ് അടുക്കളയിൽ കയറുക. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു വൈകി എണീറ്റാണെങ്കിലും കുറച്ച് പണിയൊക്കെ ഉണ്ട്. ഒന്ന് ബാത്റൂമും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഒക്കെ ഒന്ന് കുറേ പരിപാടിയുണ്ട്. നമ്മുടെ വാഷ് ബേസിൻ, പുറത്തുള്ള സിങ്ക്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്ന് കഴുകി വൃത്തിയാക്കേണ്ടതുകൊണ്ട് രാവിലെ കുളിയൊന്നും കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഞാൻ വന്ന് സാധാ പോലെ പാത്രങ്ങളൊക്കെ സ്റ്റാൻഡിലെടുത്ത് വെച്ചു. ട്രേ ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു. ചുക്കുവെള്ളം അടുപ്പത്തേക്ക് വെച്ചു. അത് കഴിഞ്ഞിട്ട് അതൊക്കെ അതിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവച്ചു. 2 ഗ്ലാസ് ചുക്കുവെള്ളമൊക്കെ കുടിച്ചു കേട്ടോ. 2 ഗ്ലാസ് ചുക്കുവെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, മുറ്റത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിക്കുകയാണ്. മുറ്റമൊക്കെ അടിക്കണം. മുറ്റം സാധാരണ വൈകുന്നേരമാണ് കേട്ടോ അടിക്കാറ്. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ അമ്മേൻ്റെ അടുത്ത് പോയതുകൊണ്ട് വൈകുന്നേരം മുറ്റടിക്കുന്ന കാര്യം നടന്നിട്ടില്ല. അപ്പോൾ വൈകുന്നേരം ഞാൻ അമ്മേൻ്റെ അടുത്തുനിന്ന് വന്നപാട് അലക്കിയിടുകയൊക്കെയാണ് ചെയ്തത്. അലക്കി ഇട്ടിട്ടില്ല, കുറച്ചിട്ടു. ബാക്കിയുള്ളത് മിഷ്യനിൽ അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, രാവിലെ തന്നെ എണീറ്റിട്ട് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു പോരാണ് കേട്ടോ. വലിയ പൊടിയൊന്നുമില്ല, എന്നാലും നമുക്ക് മുറ്റം ഒന്ന് അടിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. എല്ലാ ദിവസവും വൈകുന്നേരമാണ് കേട്ടോ എൻ്റെ ഈ ജോലിയൊക്കെ. കാരണം രാവിലെ നേരത്തെ പോകേണ്ട തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് വൈകുന്നേരമാണ് മുറ്റം അടിച്ചു വാരാറ്. അപ്പോൾ മുറ്റം എല്ലാ ഭാഗവും മുറ്റം അടിച്ചു വാരി, കുറച്ച് കണ്ടൊക്കെ അടിച്ചു വാരി. വലിയ തിരക്കൊന്നുമില്ല, ആർക്കും പോകാനില്ലല്ലോ. പിന്നെ ഞാൻ കുറേ മുന്നിലെ ഭാഗത്തെയൊക്കെ പറമ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അടിച്ചു വാരി. അങ്ങനെ കുറച്ച് അടിച്ചു വാരി. അങ്ങനെ ഓരോന്നൊക്കെ അടിച്ചു വാരി കേട്ടോ. അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, മിഷ്യനിൽ ഉണക്കി വെച്ച ഇതൊക്കെ എന്താ പറയുക, തുണികളൊക്കെ എടുത്ത് വിരിച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞു. അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ മോഹനേട്ടന് ചായയൊക്കെ വെച്ച് കൊടുക്കുക. ചായ വെച്ച് കൊടുക്കുന്നത് അതിന് ശേഷമാണ്. പിന്നെ ഞാൻ വേഗം വന്നിട്ട് അടുപ്പൊക്കെ തുടച്ച് ചുക്കുവെള്ളം വെക്കുകയാണ്. ഈ ചുക്കുവെള്ളം വെക്കലും വൈകുന്നേരത്തെ പണിയായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ലേറ്റായി എത്താൻ. പിന്നെ ക്ഷീണമായപ്പോൾ പിന്നെ നമുക്ക് അതൊന്നും ചെയ്യാൻ തോന്നിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഗ്യാസിൽ തന്നെ വെള്ളം വെച്ചു. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്തു, മോനേട്ടൻ വെള്ളം കോരി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം എന്ത് ചെയ്തു, അത് അടുപ്പത്തേക്ക് ചുക്കുവെള്ളത്തിന് വെച്ചു കേട്ടോ. ചുക്കുവെള്ളം ഈ വെള്ളം ഒരു ദിവസത്തേക്കും പോലും ഇപ്പം തികയുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, മോഹനേട്ടന് ചായയൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. അതിന് ശേഷം കടലയും കപ്പയും കൂടെ കറിയും പുട്ടുമാണ് ഇന്ന് തീരുമാനിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കടല അടുപ്പത്തേക്ക് വെക്കുകയാണ്. കപ്പ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളം ഊറ്റിക്കളയണമല്ലോ, അതിന് വേണ്ടിയിട്ട് അത് അപ്പുറത്തെ അടുപ്പിലും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കടലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം അതും അവിടെ കിടന്നിട്ട് അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇത് എനിക്കുള്ള ദോശയൊക്കെയാണ് കേട്ടോ. ഞാൻ മുളപ്പിച്ച ചെറുപയറാണ് കേട്ടോ. മുളപ്പിച്ച ചെറുപയറും ഒന്ന് ഒരു പച്ചമുളകും ഇഞ്ചിയും പിന്നെ നമ്മുടെ ഉള്ളിയും ഒക്കെ ചേർത്തിട്ട് ഒന്ന് അരച്ചു കേട്ടോ. അങ്ങനെ അത് അരച്ചെടുത്തിട്ട് ആ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് അരക്കുകയാണ്. അത് അരച്ചിട്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ നിന്ന് വന്നന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ കുറച്ച് ഗോതമ്പ് മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് അതിലേക്ക് ചേർത്തു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ ചെറുപയർ ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ തട്ടിൽ നിന്ന് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ അതിൽ ചേർത്തത്. പിന്നെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ തേങ്ങ ചിരവാണ്, നമുക്ക് പുട്ടിന് വേണം, ഉച്ചത്തേക്കുള്ള കൂട്ടാനുകൾക്ക് വേണം, പിന്നെ നമ്മുടെ രാവിലത്തെ കൂട്ടാന് വേണം. അപ്പോൾ എല്ലാത്തിനും വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരവ. ഞാൻ ഓരോ മുറിയാണ് കേട്ടോ ചിരവ. ഒരു തേങ്ങയുടെ അരമുറിയുള്ളൂ. ഒരുപാട് എടുത്താൽ ഒരുപാട് ഞാൻ എടുത്തു പോകും. അപ്പോൾ ഈ കടലയിലെ ഇതൊക്കെ പോയിട്ടോ, വിസിലിൽ ആവിയൊക്കെ പോയപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ വേവിച്ച് വെച്ച കപ്പ വെള്ളമൊക്കെ കളഞ്ഞിട്ട് കടലേക്ക് ഇടുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ നല്ലോണം അതൊക്കെ ഒന്ന് കുത്തി ഒഴിച്ചു. കടല വേഗം വേവുന്ന കപ്പയായിരുന്നു. അപ്പോൾ തിളച്ചപ്പോൾ തന്നെ വെന്തു. പിന്നെ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. കപ്പയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനോട് കുറച്ച് ഉപ്പിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചു. പിന്നെ അതിലേക്ക് പച്ചമുളകും തേങ്ങയും കൂടെ അരച്ചത് ചേർത്തു. അപ്പോൾ വിൻകൂട്ടൻ പേപ്പർ എടുത്ത് വന്നു കേട്ടോ വായിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൂട്ടാനും അവിടെ റെഡിയായി. കൂട്ടാൻ റെഡിയായി. ഉപ്പൊക്കെ ഉണ്ടോ നോക്കി, ഉപ്പൊക്കെ പാകമാണ്. കുറച്ച് വെളിച്ചെണ്ണയാക്കി കരുവേപ്പിലേക്ക്, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒരു സിമ്പിളായിട്ട് കടലയും കപ്പയും കൂടെ ഒരു കറി. അതാണ് ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം. കാരണം തിരക്കൂട്ടിയിട്ട് ചോറിൻ്റെ പണിയൊന്നും നോക്കി തുടങ്ങിയില്ല കേട്ടോ. അതിനുശേഷം പിട്ട് അടുപ്പത്തേക്ക് വെക്കുകയാണ്. പിന്നെ ഈ പുട്ടും അടുപ്പത്ത് വെച്ച് ദോശ ഉണ്ടാക്കുന്നുണ്ട്. ദോശ ഞാൻ വിചാരിച്ച പോലെ നല്ലോണം കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പരത്തുന്നത് മാത്രമേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. എനിക്ക് ദോശ കുറച്ച് മുറിഞ്ഞിട്ടൊക്കെയാണ് കിട്ടിയത്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് അതിൻ്റെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ കഴിച്ചു കേട്ടോ. കാരണം കഥകളാണല്ലോ. പിന്നെ പാത്രമൊക്കെ അവിടെ കഴുകി വെക്കുകയാണ്. പാത്രം കഴുകി വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാത്രമൊക്കെ ഇനി എടുക്കാനുള്ളതാണ്. ചീനച്ചട്ടി ആയാലും പിന്നെ നമ്മുടെ മിക്സീൻ്റെ ജാറായാലും ഒക്കെ എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഒന്നും ഞാൻ കഴുകിയിട്ട്
മാറ്റി എവിടെയും കൊണ്ടുവച്ചില്ല, അവിടെ തന്നെ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്കുള്ള ദോശ ഞാൻ പറഞ്ഞല്ലോ ഇത് കിട്ടിയിട്ടില്ല എന്ന്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ. ഞങ്ങളെല്ലാവരും പോയി കഴിച്ചു. കഴിക്കുന്നതൊന്നും എടുത്തിട്ടില്ല. അതിന് ഭക്ഷണമൊക്കെ കഴിച്ചു വന്നിട്ട് ഇരുന്നിട്ടില്ല കേട്ടോ. ഇരിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ ഞാൻ വിചാരിച്ചു വേണ്ട, ഇരിക്കണ്ട, എനിക്ക് എന്തായാലും കുറേ ക്ലീനിങ് വർക്ക് ഉണ്ട്, അതുകൊണ്ട് ഇരുന്നാൽ ശരിയാവില്ല, വെയിലിന് മുമ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പരിപ്പ് അടുപ്പത്ത് വെച്ചു. പിന്നെ ഇതുകൊണ്ടൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ കോവക്ക കൊണ്ട്, ഇവിടെ വീട്ടിൽ തന്നെയുള്ള കോവക്ക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കോവക്ക കുറച്ച് ഉപ്പും ഇതൊക്കെ ആക്കി വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് അതൊന്ന് ഇതാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അരിക്ക് വെള്ളം വെച്ചു കേട്ടോ. അപ്പം കോവക്ക ഉപ്പേരിക്കൊന്ന് ഇളക്കി അത് അടച്ചു വെച്ചു. കുക്കറിൽ പരിപ്പ് വേവുന്നുണ്ട്. മത്തനും പരിപ്പും കൂടിയാണ് കേട്ടോ കൂട്ടാൻ. കഷ്ണമൊക്കെ മോഹനായിട്ട് നുറുക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അരി എടുത്ത് വെച്ചു കേട്ടോ. ഒന്ന് ഞാൻ ബ്രൗൺ റൈസ് ഒന്നും വെച്ചില്ല, എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് കേട്ടോ വെച്ചത്. എല്ലാവരും ഉള്ളതല്ല, ഇപ്പോൾ രണ്ടും ഇതാവുന്നില്ല എന്ന് തോന്നിയിട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് വെച്ചത്. പിന്നെ അരിയും കഴുകി അടുപ്പത്തേക്ക് ഇട്ടു കേട്ടോ. അപ്പോഴേക്കും എന്തായാലും നമ്മൾ വിസിൽ വരുന്നുണ്ട് കേട്ടോ. വിസിൽ വന്ന് അത് ഓഫാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഈ അരി തിളച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, അപ്പോൾ അത് റൈസ് കുക്കറിലേക്ക് വാങ്ങി വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ആ അടുപ്പിൽ ഒരു പ്രത്യേകം വിഭവം നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ? ചക്കയും കടലയും കൊണ്ട് ഒരു പുഴുക്കാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ കടല രാവിലെ കറക്കി വേവിച്ച കടല നല്ലോണം വേവിച്ചിട്ട് ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചക്ക ഇന്നലെ അമ്മയുടെ അടുത്ത് പോയി വരുമ്പോൾ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ തന്നെ ഞാൻ ചക്ക കൊണ്ട് പുഴുക്കുണ്ടാക്കിയപ്പം തേങ്ങയൊന്നും ചേർക്കാതെ കുറച്ച് ചക്ക വേവിച്ചിട്ട് മാറ്റി വെച്ചു. അപ്പോൾ ഇന്ന് ചക്കയും കടലയും കൊണ്ട് ഒരു പുഴുക്ക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ കടലല്ലേ, രാവിലത്തെ കടല, വേവിച്ച് വെച്ച കടല പിന്നെ നമ്മുടെ ഗ്യാസിൽ വെച്ച് കുറച്ച് വെള്ളമുണ്ട് കേട്ടോ അതിൽ. എന്നിട്ട് പിന്നെ തലേന്ന് വേവിച്ച് വെച്ച ചക്കയും കൂടെ അതിലേക്ക് ഇട്ടു. പിന്നെ ഉപ്പൊന്നും ചേർത്തില്ല, കാരണം കടലയിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ചക്കയിലും ഇന്നലെ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്, മഞ്ഞളും ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്തു, നല്ലോണം എല്ലാം കൂടെ നല്ലോണം ചേർന്ന് വരാൻ വേണ്ടി നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം ഒരു 2 മിനിറ്റ് ഞാൻ അടച്ചു വെക്കും കേട്ടോ. എന്നിട്ട് ഞാൻ അതിലേക്ക് ഉള്ളിയും പച്ചമുളകും തേങ്ങയും കൂടെ ചേർക്കണ്ട്. ശരിക്കും ഉള്ളി ചേർക്കേണ്ട ആവശ്യമില്ല, ഉള്ളി അല്ലാതെ തന്നെ ചേർക്കാം. അപ്പോൾ കപ്പയും കടലയും പുഴുക്ക് ഏകദേശം റെഡി. അപ്പോൾ ഞാൻ അരച്ചു വെച്ച അരപ്പൊക്കെ ഞാൻ അതിലേക്ക് ചേർത്തു. നല്ലോണം കുറച്ച് കരുവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് എന്തായി, നമ്മുടെ ചക്ക കടല പുഴുക്ക് ഇവിടെ റെഡിയായി. നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ ചക്ക കടല പുഴുക്ക്? അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. ഇനി ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നമ്മൾ കപ്പയും കടലയൊക്കെ വെക്കില്ലേ, അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ചക്കയും കടലയും വെച്ചാൽ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയൂ. ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഉണ്ടാക്കുന്നുണ്ട് പറയുക, ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇപ്പോൾ ചക്കേൻ്റെ കാലമല്ലേ, എപ്പോഴും ഒരേപോലെ ചക്കപ്പുഴുക്കും ചക്ക എരിശ്ശേരിയൊക്കെ മാത്രമല്ലേ വെക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഇങ്ങനെയും കൂടിയൊക്കെ ഒന്ന് വെച്ച് നോക്കൂ, ടേസ്റ്റ് ഉണ്ടോയെന്ന് അറിയാലോ അല്ലേ. അപ്പം ചക്കപ്പപ്പടം, എനിക്ക് ചക്ക കിട്ടുകയാണെങ്കിൽ ഞാൻ ചക്കപ്പപ്പടത്തിൻ്റെ റെസിപ്പിയും കൂടെ ഇടാൻ നോക്കാം കേട്ടോ. നോക്കട്ടെ, വെയിലും പിന്നെ എനിക്ക് ജിമ്മിനൊക്കെ പോകേണ്ടതുകൊണ്ടാണ് ഞാൻ പപ്പടം ഒന്നും ഉണ്ടാക്കാത്തത്. നോക്കട്ടെ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതവിടെ റെഡിയാക്കിയ ശേഷം ഞാൻ എന്ത് ചെയ്തു, ഉപ്പേരിയൊക്കെ പാത്രം മാറ്റി ഒഴിച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് മത്തനിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. പരിപ്പ് ആദ്യം വേവിച്ചെടുക്കും, അതിലേക്ക് എന്ത് ചെയ്തു, മത്തനിട്ടു, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് ഒരു പ്രാവശ്യം വിസിൽ വരുത്തിയിട്ടോ, എന്നാൽ തന്നെ വേഗം വേവുമല്ലോ. അപ്പോൾ അതും കൂടെ ഒരു പ്രാവശ്യം വിസിൽ വരുത്തിയിട്ട് പിന്നെ അതിനേക്കുള്ള അരപ്പൊക്കെ തയ്യാറാക്കിയിട്ടോ. ജീരകവും തേങ്ങയും ആണ് അരച്ചത് കേട്ടോ. ജീരകവും തേങ്ങയും മാത്രമേ അരച്ചുള്ളൂ, മുളക് പൊടിയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അതും ആക്കി അതിലേക്ക് അത് അരച്ച് ചേർത്താൽ കൂട്ടാനായി. പിന്നെ കൂട്ടാൻ വറവിൻ്റെ പണിയുള്ളൂ. വറവ് ഇടുന്നത് കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഞാനല്ല, മോനേട്ടൻ നന്നാക്കി തന്നു. ഞാൻ ചെറുതായിട്ട് അത് അരിഞ്ഞ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായി, അത് കഴിഞ്ഞ് പിന്നെ ഞാനത് അടുപ്പത്ത് വെച്ചു കേട്ടോ. കറീൻ്റെ കാര്യമായി. പിന്നെ ആ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് എല്ലാം ഒഴിച്ച് വെക്കുന്നുണ്ട്. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകേണ്ട, അടുക്കളയൊക്കെ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണാം. അതൊക്കെ കൃത്യമാക്കിയ ശേഷം ഞാൻ അടിച്ചു വാരുന്നതും തുടയ്ക്കുന്നതും ഒന്നും എടുക്കുന്നില്ല. ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും എൻ്റെ ഫോണിലെ ചാർജ് തീർന്നപ്പോൾ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവിടെ ഫോൺ ചാർജിലിട്ടിട്ട് ഞാൻ എൻ്റെ ജോലികൾ തുടർന്നു. പിന്നെ 2 കക്കൂസ് ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി എല്ലാ സ്ഥലവും തുടച്ചു. പിന്നെ പുറത്തും അകത്തൊക്കെ ഉള്ള സിങ്കോ അതെല്ലാം കഴുകി വൃത്തിയാക്കി. അങ്ങനെ ഒരുപാട് പണി ഉണ്ടായിരുന്നു കേട്ടോ. അത് മൊത്തം ചെയ്തു. പിന്നെ പാത്രം കഴുകി വെച്ചിട്ട് അടുക്കള വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പോകാമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചു വന്നു. ഇപ്പോൾ തന്നെ ഒരു 11:15 ആയിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ ആയിട്ടും എൻ്റെ പണി 11:15 തീർന്നു. പിന്നെ ഞാൻ കുറേ നേരം ഇവിടെ പോയിരുന്നു. മോന് തലയിലൊക്കെ എണ്ണയൊക്കെ ഒന്ന് തേപ്പിച്ചു കൊടുത്തു. കുളിപ്പിക്കാൻ അവൻ സമ്മതിച്ചില്ല, അതുകൊണ്ട് കുളിപ്പിച്ചു കൊടുത്തില്ല.
ഞാനും കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇത് പപ്പടം കാച്ചുകയാണ്. അപ്പോൾ ഇതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതും കഴിച്ചിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ചെറിയൊരു വീഡിയോ ആണ്. ഞായറാഴ്ച തിരക്കൊന്നുമില്ലാതെ ഒരു ദിവസം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം, വീഡിയോ കണ്ട് അഭിപ്രായങ്ങൾ പറയണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി പറയാണ്. ഓക്കെ, ബൈ ബൈ, സീ യു.